ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജ്ര ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. മുട്ട കയറ്റി വന്ന ലോറിക്ക് പുറകിൽ ടോറസ് ലോറി ഇടിച്ച് ലക്ഷക്കണക്കിന് മുട്ട നശിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി CSI പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 19 വരെയാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജ്ര ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ. 2 ദിവസങ്ങളിലായി ശ്രീലങ്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് റയാൻ മജീദ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഒരുമനയൂർ സ്വദേശി നബ്ഹാൻ റഷീദ് ഗോൾഡ് മെഡലും എടമുട്ടം സ്വദേശി മുഹമ്മദ് ഷിഫാൻ വെള്ളി മെഡലുകളും നേടിയിരുന്നു. ദേശീയ കോച്ച് RJ അൻവർ മരക്കാരുടെ കീഴിൽ വെങ്കിടങ്ങ് STMA അക്കാദമിയിൽ നിന്നാണ് മൂവരും പരിശീലനം നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിച്ച റയാൻ മജീദിന് ചാമക്കാല ജനകീയ കൂട്ടായ്മ ആദരവ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ചാമക്കാല സെന്ററിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് മുഖ്യാതിഥിയായി. ജുജിറ്റ്സു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RJ അൻവർ മരക്കാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, KS അനിൽകുമാർ, EK മുഹമ്മദ് ഹാജി, MCM താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മുട്ട കയറ്റി വന്ന ലോറിക്ക് പുറകിൽ ടോറസ് ലോറി ഇടിച്ച് ലക്ഷക്കണക്കിന് മുട്ട നശിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി CSI പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 3:30 സംഭവം. തമിഴ്നാട്ടിൽ നിന്നും കോഴിമുട്ട കയറ്റി ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന ലോറിക്ക് പുറകിലാണ് ടോറസ് ലോറി ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിൽ അടക്കി വച്ചിരുന്ന മുട്ടകളിൽ ഭൂരിഭാഗവും നശിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 19 വരെയാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാമെന്നാണ് അറിയിപ്പ്. കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ധാരാളം വെള്ളം കുടിക്കുക, പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് ഒഴിവാക്കുക എന്നിങ്ങനെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ സ്വദേശിയായ മൺമറഞ്ഞ പ്രശസ്ത ചിത്രകാരൻ PR സുഗതൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി. പുത്തഞ്ചിറ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചിത്ര പ്രദർശനം ആർട്ടിസ്റ്റ് ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെയധികം എൻ്റെ ചിത്രങ്ങളുമായിട്ട് വളരെ സാമ്യം എന്തെന്ന് തോന്നി. അതോടൊപ്പം ഒരു എക്സിബിഷനിലൊക്കെ ഒരു 100 പേരുടെ ചിത്രങ്ങൾ വെച്ചാലും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ശൈലി സുഗതനുണ്ടെന്നും അന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിനുശേഷം എനിക്ക് മട്ടാഞ്ചേരിയിൽ ഒരു ഗാലറി ഉണ്ട്. അപ്പോൾ അവിടെ ഞാനും സുഗതനുമായിട്ടൊരു എക്സിബിഷൻ പ്ലാൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടന്നു. ഏകദേശം 1 മാസത്തോളം അങ്ങനെയാണ് കൂടുതൽ സുഗതനായിട്ട് ഞാൻ അടുക്കുന്നത്. അപ്പോൾ സുഗതനെ സംബന്ധിച്ചിടത്തോളം സുഗതൻ ശരിക്കും ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ചിത്രകാരനല്ല. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് അധ്യക്ഷത വഹിച്ചു.
വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോമി ബേബി, പഞ്ചായത്ത് അംഗം CN പ്രദീപ് കുമാർ, ജിന രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ദിനാചരണത്തിന്റെ ഭാഗമായി ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. മാളയിൽ നടന്ന ചർച്ചാ സംഗമം വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല അനുഭവമാണ്. ഇപ്പോഴും പൊളിറ്റിക്കൽ ഫാഷിസത്തെ അഡ്രസ് ചെയ്യുകയും സാംസ്കാരിക ഫാഷിസത്തിൻ്റെ മുമ്പിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നത് ഇപ്പോഴും ഇന്ത്യൻ ഫാഷിസത്തെ അഡ്രസ് ചെയ്യേണ്ടതുപോലെ അഡ്രസ് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച അന്ന് തൊട്ട് കൾച്ചറൽ ഫാഷിസത്തെക്കുറിച്ചും കൾച്ചറൽ നാഷണലിസത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ആമുഖത്തിൽ തന്നെ ഇത് പറയേണ്ടി വന്നത്, നമ്മളിന്ന് നിതിൻ രാജിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. നിതിൻ രാജിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഹോള്, കാരണം അതിനൊരു രാഷ്ട്രീയമുണ്ട് യഥാർത്ഥത്തിൽ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ AK വാസു, മാനവധർമ്മൻ ട്രസ്റ്റ് ചെയർമാൻ സുധീഷ്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, അഞ്ജലി മോഹൻ, KS ഉമൈറ, TV ശിവശങ്കരൻ, സിദ്ദിഖ് പട്ടേപ്പാടം, KK ഷാജഹാൻ, അബ്ദുൾ ഖാദർ, VS ജമാൽ എന്നിവർ സംസാരിച്ചു. പ്രമുഖ സഹകാരിയും പൊതുപ്രവർത്തകനുമായ TK ആദിത്യവർമ്മ രാജയുടെ ശതാഭിഷേകാഘോഷത്തിന്റെ ഭാഗമായി പൂലാനയിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി. വീടിന്റെ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗൃഹനാഥ രമ്യ ശ്രീനിവാസൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം UP ജോസഫിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PO പോളി അധ്യക്ഷനായി. TK ആദിത്യവർമ്മ രാജ, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, VD തോമസ്, അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത്, സിന്ധു ഉണ്ണികൃഷ്ണൻ, രമ്യ വിജിത്ത്, ഗോപിക ഗോപാലകൃഷ്ണൻ, PR പ്രദീപ്, NG സന്തോഷ്, PR പ്രസാദൻ, KB വിദ്യാദേവി, ജോളി ജേക്കബ്, MK ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പുമുടി മഹോത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഏപ്രിൽ 19 രാവിലെ കൊടിയേറ്റം നടക്കും. നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും, ഗുളികൻ മുത്തപ്പന് വെള്ളാട്ട്, ചോനിപ്പറമ്പിൽ നാഗക്കാവിൽ നിന്നും താലംവരവ്, കൂരിക്കുഴി ദേശം ക്ഷേത്രത്തിൽ നിന്നും താലംവരവ്, പള്ളിവേട്ട, ശീവേലി എഴുന്നള്ളിപ്പ്, അയിരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവ ഘോഷയാത്ര, പകൽപൂരം, ദീപാരാധന, ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ശാന്തി PR ലിജേഷ്, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാധ്യാപകരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന 2x2 എന്ന സംഘചിത്ര പ്രദർശനം ഏപ്രിൽ 18 മുതൽ 30 വരെ ചാലക്കുടിയിലെ ചോല ആർട്ട് ഗാലറിയിൽ നടക്കും. പ്രദർശനത്തിൽ ചിത്രാങ്കണം കേരള കൂട്ടായ്മയിലെ 22 കലാധ്യാപകരുടെ ശ്രദ്ധേയ സൃഷ്ടികൾ അവതരിപ്പിക്കുന്നു. കലാസൃഷ്ടികളെ വിപുലമായ പ്രേക്ഷക സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം PK കിട്ടൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബാലകൃഷ്ണൻ കതിരൂർ, മിജിസൺ തോമസ് ലോറൻസ്, PJ ഹാരിഷ്, VJ ജിൻഡോ, TR സുനിൽ ലാൽ, ജോമോൻ ആലുക്ക എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജ്ര ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. മുട്ട കയറ്റി വന്ന ലോറിക്ക് പുറകിൽ ടോറസ് ലോറി ഇടിച്ച് ലക്ഷക്കണക്കിന് മുട്ട നശിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി CSI പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 19 വരെയാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.